മരണം എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ നമ്മളെ തേടി വരുമെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് മരണത്തെ രംഗബോധമില്ലാത്ത കോമാളിയെന്ന് വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിൽ അതിദാരുണമായി ഒരു അധ്യാപികയെ മരണം തട്ടിയെടുത്ത വാർത്ത കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തു വന്നിരുന്നത്. ഒരു നിമിഷം കൊണ്ടാണ് അവിടെ ഒരു കുടുംബം തീരാവേദനയിലേക്ക് തള്ളിവിടപ്പെട്ടത്. ചെർപ്പുളശ്ശേരി നെല്ലായ സ്വദേശിനിയായ പുത്തൻവീട്ടിൽ ഉഷയാണ് അതിദാരുണമായി മരണപ്പെട്ടത്. ഇവരുടെ മകൾ പ്രാർത്ഥന പരിക്കുകളോടെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയുമാണ്. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 10:30 കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം സംഭവിക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്ന ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയുടെ ഇര കൂടിയാണ് ഈ അധ്യാപിക എന്നുകൂടി ഈ സംഭവത്തെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നെത്താനായി ഒരു റോഡില്ല. സ്റ്റേഷനിലേക്ക് അപ്രോച്ച് റോഡുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ട്രാക്കിലൂടെ നടന്നല്ലാതെ സ്റ്റേഷനിലേക്ക് എത്താൻ മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രാക്കിലൂടെ നടന്നുകൊണ്ടാണ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അത്തരത്തിൽ അധ്യാപികയായ ഉഷയും മകൾ പ്രാർത്ഥനയും ചേർന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് രാവിലെ 10:35 എത്തിയതായിരുന്നു. ട്രാക്കിലൂടെ നടന്നെത്തുമ്പോഴേക്കും അവർ പോകാനുള്ള ട്രെയിൻ മുന്നിലെത്തിയിരുന്നു. ഈ സമയം പ്ലാറ്റ്ഫോമിലേക്ക് പെട്ടെന്ന് ഓടിക്കയറാനായി ശ്രമിക്കുകയായിരുന്നു രണ്ടുപേരും. അതേസമയം തന്നെ പുറകിൽ നിന്ന് മറ്റൊരു ട്രെയിൻ വരുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടതുമില്ല. ഒരുപക്ഷെ മുന്നിൽ വന്ന ട്രെയിനിന്റെ ശബ്ദം കാരണം പുറകിൽ വന്ന ആ ട്രെയിനിന്റെ ശബ്ദം ഇവർ കേട്ട് കാണില്ല. ഇതോടെ രണ്ടുപേരെയും ട്രെയിൻ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. നിലമ്പൂരിലേക്ക് പോവുകയായിരുന്ന കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ആണ് ഇടിച്ചത്. ഉഷ ടീച്ചർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. അപകടം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാരും റെയിൽവേ ജീവനക്കാരും ചേർന്ന് ഉടൻ തന്നെ രണ്ടുപേരെയും സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. മകൾ പ്രാർത്ഥനയെ പിന്നീട് അപകടനില തരണം ചെയ്തോടെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൊട്ടച്ചിറ ശബരി സ്കൂളിലെ അധ്യാപികയായിരുന്നു ഉഷ ടീച്ചർ. പാവന മറ്റൊരു മകളാണ്. രാമപ്രസാദ് ഭർത്താവുമാണ്. ഷൊർണൂർ റെയിൽവേ പോലീസ് സംഭവസ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് പലതവണ അപ്രോച്ച് റോഡിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയതാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ അപ്പോഴെല്ലാം പല കാരണങ്ങൾ പറഞ്ഞ് റെയിൽവേ അത് അവഗണിക്കുകയായിരുന്നു എന്ന ആക്ഷേപവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. നൂറുകണക്കിന് ആളുകളാണ് ഒരു ദിവസം ഈ റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്നത്. എന്തായാലും ഇനിയെങ്കിലും ഇങ്ങനെയൊരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ. കൂടാതെ ഇത്തരം സന്ദർഭങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതും വളരെ പ്രധാനം തന്നെയാണ്.